കുറച്ച് ആൾക്കാരെങ്കിലും എന്നോട് കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ് കേട്ടോ, ഇതെന്താണ് 2 ചെമ്പ് അടുപ്പത്ത് വെക്കുന്നതെന്നുള്ളത്. അത് 2 ചെമ്പല്ല കേട്ടോ, നമ്മൾ കരി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ചട്ടിയാണ്. ഞാനത് കാട്ടിക്കുളം കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഈ സാധാരണ കയറ്, കൈക്കോട്ട് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, ആ ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ചിലപ്പം ചില പാത്രക്കടയിലൊക്കെ ഉണ്ടാവും. കുറേ ആൾക്കാർ കമൻറ്റിലൂടെ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ആദ്യമായിട്ട് കാണുകയാണ് അതെന്താണ് എന്ന്. ഇപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ചെമ്പിൻ്റെ ചുറ്റിനും വല്ലാതെ അങ്ങോട്ട് കരി പിടിച്ച് അങ്ങോട്ട് നാശമാവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ആ ഒരു അടിഭാഗത്ത് മാത്രമാണ് നമുക്ക് വല്ലാതെ അങ്ങോട്ട് കരി പിടിച്ച് വരുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ എന്തായാലും തീയൊക്കെ കത്തിച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയും തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഇന്ന് പത്തിരിയുമൊക്കെ നിന്നത്. ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ അധികവും പത്തിരിയും നൂൽപുട്ടും അങ്ങനത്തേനൊക്കെ നിൽക്കുക. അപ്പോൾ എന്തായാലും കറിയുണ്ട്, പിന്നെ കടി മാത്രം ആക്കിയാൽ മതി. അപ്പോൾ വേഗം പൊടിയൊക്കെ ഒന്ന് നല്ലോണം തിളച്ച വെള്ളത്തിലൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ അത് നല്ലോണം കുഴച്ച് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് നല്ല കുഴച്ചെടുത്ത് ഉരുളകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാട്ടോ പത്തിരി ചുടാൻ തുടങ്ങുകയാണ്. നമ്മളെ ട്രൈപാഡിൻ്റെ ആ ഒരു ഫോൺ വെക്കുന്ന ആ ഒരു സാധനം പൊട്ടിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോക്ക് വലിയൊരു സുഖം അങ്ങോട്ട് പോരാത്തത്. കയ്യിൽ പിടിച്ചിട്ടൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് ഒരു സാധാരണ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് അങ്ങോട്ട് കിട്ടാത്തത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പത്തിരി 1, 2, 3, 4 ഒക്കെ ആയിട്ട് വേഗം ചുട്ടെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ കറി ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ചുടുന്നതിനനുസരിച്ച് മക്കൾ ഓരോരുത്തർ വന്ന് അങ്ങനെ ചായ കുടിച്ചിട്ടാണ്ട് പോയിക്കോളും. അപ്പോൾ അതാട്ടോ അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ പത്തിരി ചുടലും അതുപോലെ കറി ചൂടാക്കലും ചായയും ഒക്കെ സെറ്റായിട്ടുണ്ട്. മദർസ് പോയ മക്കളും തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർക്ക് ചായ കൊടുത്തിട്ടുണ്ട്. ഒരുത്തൻ പിന്നെ എണീച്ച് വരുത്താണ് കേട്ടോ അത്. അങ്ങനെ ഓനക്കും ചായയൊക്കെ കൊടുത്തു. ഞാൻ വേഗം ഒന്ന് വീടൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഒന്ന് അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി ഇട്ട് കൊടുക്കലും ഇന്നിപ്പോൾ ചെറിയൊരു വെയിലൊക്കെ കണ്ടപ്പോൾ തുണികൾ ഞാൻ മുറ്റത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഈ ഒരു മീനും കൊണ്ട് അങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ, അത് നന്നാക്കി പകുതി ആയപ്പോഴത്തേക്കും മഴ ചാറിയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പോയി കൈയൊക്കെ കഴുകി തുണികളൊക്കെ എടുത്ത് വെച്ചു. ഇതാണ് ഈ മഴക്കാലത്ത് ഒരു പിരാന്താവുക അല്ലേ, വെയിൽ കാണുമ്പോൾ തുണി ഇടാണ്ടിരിക്കാനും തോന്നൂല, പിന്നെ മഴ കണ്ട എടുത്ത് വെക്കും വേണമെന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ നല്ലോണം ഒന്ന് വറ്റിച്ച് ഒന്ന് കുറുകി ഇങ്ങനെ ഒന്ന് മുളകിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചോറ് വയ്ക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. വേറെ എടുക്കുമല്ല, ഏട്ടൻ്റെ വീട്ടിലേക്കൊന്ന് അങ്ങനെ വന്നതാണ്. പിന്നെ ഇവിടുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.